ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിലേക്കാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പ്രിയദർശിനി ബസ് എനിക്ക് കിട്ടി, ഇങ്ങനെ അതിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് അതില്യെ കാണാം. അതില്യ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് നെയിം കറക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ നെയിം കറക്ഷനും പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അവിടുത്തെ ഓഫീസിലോട്ട് പോയി. സോ നമ്മുടെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ആൾക്കാർ നോക്കുന്നു. യോ നമ്മള് സോ നമ്മുടെ യൂണിവേഴ്സിറ്റി തിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇസ് ലുലു മോൾ. സോ നമ്മള് യൂണിവേഴ്സിറ്റി തിങ് കഴിഞ്ഞു. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ലുലു മോൾ. സോ നമുക്ക് മേ ബി ചിലപ്പോൾ മഹാലക്ഷ്മി മനോജ് വരും. നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. ദേ അവിടെ ഒരു ബസ്, ആ ബസ് നമുക്ക് കിട്ടും. ഹലോ ഗൈസ്, സോ ഞാനും ദേവനന്ദനും ഇപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. സോ ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ലുലു മോൾ ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇത് മേ ബി ലുലുവിൽ ചിലപ്പോൾ ചിലപ്പോൾ മഹാലക്ഷ്മി മനോജ് വിൽ കം. സോ ഇഫ് നോട്ട് ഞാനും ദേവനന്ദനെ മാത്രമായിരിക്കും ജയ്, അല്ലെങ്കിൽ യുനോ എം ജി തൊട്ട് പറയാം. നമ്മളെവിടെ എത്തിയിരിക്കുന്നു. അതെ 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 നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് വിശക്കുന്നുണ്ട്. 12 മണിയായി. ദിസ് ഈസ് മൈ ലഞ്ച് ടൈം. ഞാൻ വീട്ടിലാണെങ്കിൽ കറക്റ്റ് 12 മണിക്ക് തന്നെ ചോറ് കഴിയും. KFC വാങ്ങാനാ വിചാരിക്കുന്നത്. അറിഞ്ഞൂടാ. അതെ 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 നമ്മൾ ഭയങ്കര വിശപ്പ് അടക്കിയാണ് നമ്മൾ നടക്കുന്നത്. ബിക്കോസ് 12 o'clock എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലഞ്ച് ടൈം. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ കറക്റ്റ് 12 മണിക്ക് തന്നെ ലഞ്ച് കഴിക്കും. രാവിലെ എന്ന് വെച്ചാൽ ആക്ച്വലി പാസ്ത, ചുമ്മാ ഇടിയപ്പം, മുട്ടക്കറി, ദോശയാണ്. ഇവിടെ നല്ല മെമ്മറിയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ടിന്റെ മേളിലത്തെ തേർഡ് ഫ്ലോർ അല്ലേ? തേർഡ് ഫ്ലോറിൽ ഇരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ നോക്കി, KFC ഒക്കെ നോക്കിയായിരുന്നു. KFC ரொம்ப എക്സ്പെൻസീവ് ആൻഡ് ഓൾസോ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നപ്പോൾ ഡൊമിനോസ് കണ്ടു. അങ്ങനെ ഡൊമിനോസ് പിസ്സ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് വി ബോട്ട് 169 ഒരു സംഭവം മീൽ ഓർഡർ ചെയ്തു. പ്ലസ് എക്സ്ട്രാ ഒരു കോക്കും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം ഗൈസ്, നോക്കാം. ഇനി കുറച്ച് ഞാൻ സംസാരിക്കണം അല്ലേ? ഓക്കെ. സോ ദേവനന്ദന ഒരു സോ ഹായ്, ദിസ് ഇസ് മീ അതുല്യ ശിവൻ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് സംസാരിക്കാം ദേവനന്ദനാസ് വ്ളോഗിൽ.
സോ ഞാൻ ദേവനന്ദനെ പറ്റി പറയുകയാണെങ്കിൽ ദേവനന്ദന ഭയങ്കര സൈലൻറ്റ് കുട്ടിയായിരുന്നു ഫസ്റ്റ് കോളേജിൽ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ. പക്ഷേ യുനോ ഷീ കം കുറേ മാറി. പുള്ളിക്കാരത്തി കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ഇനഫ് ബ്ലോഗൊക്കെ എടുക്കാൻ തുടങ്ങി. ഭയങ്കര എന്തോ വലിയ സംഭവമായി. ഇറ്റ്സ് എ ഗുഡ് തിങ്. ലൈക്ക് കോളേജിലെ ദേവനന്ദന മാറി ഒരു യൂട്യൂബർ ദേവനന്ദന. ദാറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ്സ് റിയലി അമേസിങ് ഗൈസ്, അമേസിങ്. പിന്നെ നമ്മൾ രണ്ടും നല്ല വിഷമിരിക്കുകയാണ്. സോ മഹാലക്ഷ്മി മനോജ് നമ്മുടെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു ബിക്കോസ് ഷി ഹാവ് എക്സാംസ് ടുമോറോ. സോ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ജസ്റ്റ് 15 minutes. അതെ. അപ്പോൾ ഗായ്സ്, ദ പിസ്സ വാസ് സോ ടേസ്റ്റി. ഞാൻ മെക്ഡൊണാൾഡ്സിൻ്റെ പിസ്സ ട്രൈ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ഏരിയയിൽ പോയി. പിന്നെ നമുക്ക് നേരെ പോകാനുള്ളത് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ ജസ്റ്റ് സാധനങ്ങളൊക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെ വാങ്ങുന്നതൊന്നും ഇല്ലായിരുന്നു. ഗൈസ്, ഈ ഒരു സെക്ഷൻ നല്ലൊരു നമ്മൾ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കും. കാര്യം കുറേ ഫ്രഷ് മീറ്റൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫിഷ് ഐറ്റംസ്, മട്ടൻ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് വാട്ടർ ബോട്ടിൽ സെക്ഷനാണ്. എനിക്ക് ഈ എസ്തെറ്റിക് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ ഇങ്ങനെ നോക്കി കിടക്കുമായിരുന്നു. അതിവിടെ ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജേർണലിംഗ് ബുക്കാണ്. ദിസ് വാസ് സോ നൈസ്. അപ്പോൾ കിഡ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ ഈ ഒരു നല്ല ആ ഒരു ഗ്രാഫിക് പ്രിൻ്റൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ലാസ്റ്റ് ഇരിക്കുന്ന സെയിം അല്ലേ? ലഞ്ച് ബോക്സ്. നമ്മളിപ്പോൾ സ്റ്റേഷനറി സംഭവങ്ങൾ ഇടയ്ക്കാണ് അല്ലേ പറഞ്ഞത്? അതെ അതെ. ദിസ് ലഞ്ച് ബോക്സ് വളരെയധികം നൊസ്റ്റാൾജിയ തരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ലഞ്ച് ബോക്സ് ഇല്ലായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ട്. നേരെ സോ എനിക്ക് ഞാൻ നൊക്ലാച്ചി അടിച്ചു. ലൈക്ക് They don't know your like, okay, wish I could go back to my childhood. I hate adult life. എന്തൊക്കെ സംസാരിക്ക്. ഇത് കുറച്ച് നല്ല എസ്തെറ്റിക് ആയിട്ട് ക്യൂട്ട്. ഇത് വന്നിട്ട് 575 ആണ്. നോട്ട് 6. സംഭവം ബാർബി വാസ് മൈ ഫേവറേറ്റ്. സ്റ്റിൽ ഉറക്കെ പറഞ്ഞോ. സോ ബാർബിയാണ് എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ. ലൈക്ക് കൊച്ചിലായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് അതിനോടുള്ള ഒരു ഭയങ്കര നമ്മൾ പിരിയാനുള്ള ഒരു ടൈമായി. അതെ അതെ അതെ. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇത് പിരിയുന്നില്ല. പക്ഷേ നമ്മൾ പിന്നെയും നമ്മൾ ഗ്യാങ് ആയിട്ട് എല്ലാവരും വരില്ല. ബിക്കോസ് എല്ലാവരും ബിസിയാണ്. ഇൻഫാക്ട് നമ്മൾ ആരെയും എംസിനെ വിളിച്ചു, ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അവനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ബാക്കി എല്ലാവരും ഓഫീസിലൊക്കെയാണ്. സോ എന്ത് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഇതല്ലാണ്ട് പ്ലാൻ ചെയ്ത് ഓരോ ദിവസം എല്ലാവരുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. സോ നോക്കാം. സോ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതെ അതെ അതെ. ഫുഡ് കഴിച്ചു. സോ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ. ആക്ച്വലി ഇവിടെ നിന്ന് നമ്മൾ പിരിയുന്നില്ല, നമ്മൾ വീണ്ടും വരും. ബട്ട് ദ തിങ് ഈസ്, എല്ലാവരെയും വിളിച്ചു. ലൈക്ക് എംജിനെ വിളിച്ചു, ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ആവണി കോൾ എടുത്തില്ല വിളിച്ചിട്ട്. പിന്നെ ബാക്കി എല്ലാവർക്കും ഓഫീസൊക്കെ ആയതുകൊണ്ട് അല്ലേ. ഇതൊരു
യൂണിവേഴ്സിറ്റി അല്ലേ, ജസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി പോകണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ എന്ത് പറയാനുണ്ട് ദേവനന്ദന ഇന്നത്തെ ദിവസത്തെ പറ്റി? Fun. Yeah, fun. We talked a lot. Yeah, we talked a lot. Yeah. പിന്നെ എന്ത് പിന്നെ കുറെ കടലിൽ കയറി ചുമ്മാ എക്സ്പ്ലോർ ചെയ്തു. വലിച്ചു വാരി കടയിൽ കയറി. പിന്നെ പിന്നെന്താണ് വേറെ? നമ്മൾ പോകുന്നു. ബൈ. ഇറ്റ് വാസ് എ ഗുഡ് ഡേ. ഒന്നുകൂടെ പറയാം. Yeah. So this is Devanandana's vlog. Signing off. ഞാൻ തിരിച്ചു വന്നതും പ്രിയദർശിനി ബസ്സിൽ തന്നെയായിരുന്നു. അപ്പോൾ വീടൊക്കെ എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. നേരത്തെ തന്നെ ബസ്സൊക്കെ ഇട്ട് വീടെത്തി. പിന്നെ ഞാൻ അടുക്കളയിൽ പോയപ്പോൾ സോയ ചങ്ക്സ് ഇരിക്കുന്ന കണ്ടു. അപ്പം ഞാൻ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ സോയ വെച്ചിട്ടുള്ള ഫ്രൈ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിന് മുമ്പ് ഒരു കറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല സക്സസ്ഫുൾ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചൊക്കെ ഒരു ഫ്രൈ ഉണ്ടാക്കാം ഇപ്രാവശ്യം. ആൻഡ് ഇത് എങ്ങനെ ടേൺ ഔട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് സവാള, പിന്നെ കോക്കനട്ട് അരിഞ്ഞത്, അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നമ്മളൊന്ന് ഇളക്കണം കുറച്ച് നേരം. അപ്പോൾ ഒരു ബ്രൗൺ കളറാവും. അങ്ങനെ അത് എടുത്തിട്ട് വേണം നമ്മൾ സോയ, വേവിച്ച സോയ അതിലിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ മസാലാസൊക്കെ ആഡ് ചെയ്യും. ഇത് ഞാൻ യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്. അങ്ങനെ വീട്ടിൽ നമുക്കാർക്കും അറിയത്തില്ല സോയ റെസിപ്പീസൊന്നും. ആൻഡ് ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി സോ ടേസ്റ്റി. ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ബ്രൗൺ കളറാവും അത്. അപ്പോൾ ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആക്കി കഴിയാറായി. ഇത് ആ ഒരു ബോൾസ് ഒക്കെ നല്ല ഡാർക്ക് ആവും സോയ ചങ്ക്സിൻ്റെ. പക്ഷെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താണ് ആ വീഡിയോയിൽ അവർ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇളക്കുന്നത്. ഒരു ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമെന്നാണ് പറഞ്ഞത്. I am so hungry. I just want to eat this.